ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സുലൈമാനിയാണ്. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും. പലരും പലതരത്തിൽ സുലൈമാനി ഉണ്ടാക്കാറുണ്ട്. ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലുള്ള കുറച്ച് വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ചായ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1/2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഏകദേശം ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 ഏലക്ക ഇതുപോലെ ഒന്ന് തുറന്നിട്ടിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ആ ഏലക്കയുടെ ഫ്ലേവർ ആ ഒരു ചായയിലേക്ക് കറക്റ്റായിട്ട് കിട്ടുക. 1 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കടുപ്പുള്ള ചായപ്പൊടി തന്നെയാണ്. 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുലൈമാനി ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ അവസാനം നാരങ്ങ പിഴിയുന്ന സമയത്ത് ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചൊരു മധുരം മുന്തി നിൽക്കുന്നത് തന്നെയാണ് ഈ ഒരു സുലൈമാനിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. മധുരം ഇല്ലെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ച് വെച്ച ചായയിലേക്ക് ഇനി നാരങ്ങനീര് ചേർക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ നാരങ്ങനീരാണ് ചേർക്കുന്നത്. 3 ഗ്ലാസ് ചായയിലേക്ക് വളരെ കുറച്ച് 1 ടീസ്പൂൺ നാരങ്ങനീര് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പുളിയായിരിക്കും മുന്തി നിൽക്കുക. നീര് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നാരങ്ങനീര് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സുലൈമാനിയുടെ കളർ തന്നെ ഒന്ന് മാറി ഒരു ലൈറ്റ് കളറായിട്ട് വരും. ഒരുപാട് നാരങ്ങനീരായി കഴിഞ്ഞാൽ ആ പുളിയായിരിക്കും മുന്തി നിൽക്കുക. അങ്ങനെയല്ല വേണ്ടത്, കുറച്ച് നാരങ്ങനീര് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ചൂടോടെ ഈ ഒരു സുലൈമാനി കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു സുലൈമാനി സെർവ് ചെയ്യാറുണ്ട് സാധാരണ. അതും ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, പെർഫെക്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.